എല്ലാരും കാണാൻ വന്നതിന് സന്തോഷം. ഞാൻ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. സെൽഫ് കോൺഫിഡൻസ് എല്ലാം മനസ്സിലായല്ലോ അല്ലേ? സാറ് പറയും. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചാൽ സിനിമയിൽ പറഞ്ഞ കലേഷ കുടുംബ സംവിധായകനോട് ഓർക്കും ചോദിക്കല്ല, ആക്ഷേപത്തോട് ചോദിക്കാം. നിങ്ങൾക്ക് ആർക്കും ഒന്നും ചോദിക്കില്ല. സിനിമയെ കുറിച്ച് ഒന്ന് പറയാമോ? എന്നോടാണോ? ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മുഖം പറയുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഈ സിനിമ എൻജോയ് ചെയ്തു, ഒപ്പം മനസ്സിലാക്കി. ഇതിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഭാവിയിൽ. എങ്ങനെയാണ് പറയാൻ എനിക്കറിയില്ല, പക്ഷെ അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു പറയുന്ന ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പലപ്പോഴും നിങ്ങളിത് ഹെൽപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീതമായി നന്ദി, നമസ്കാരം. അല്ല, അത് ഇതുവരെ വെള്ളിയാഴ്ച ഇറങ്ങിയതല്ലോ. കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ വരണം. അപ്പോൾ സാർ ഇന്നൊരു കോൺസെപ്റ്റ് ഒരു കഥ പറയുമ്പോൾ അത് സാർ ആഗ്രഹിച്ചതുപോലെ ഒരു കഥ പറയുക, അതൊരു ഭയങ്കര ഒരു ഡെയറിങ് അറ്റംപ്റ്റാണ് എല്ലാ രീതിയിലും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ റെസ്പോൺസിബിൾ സന്തോഷം. ഇവരും വായിച്ച കുറച്ചുകൂടെ ആൾക്കാർ കുറച്ചുകൂടെ നോക്കുന്നതൊക്കെ അറിഞ്ഞ് കുറച്ചുകൂടെ ആൾക്കാർ വരട്ടെ. ഇനിയും എന്തായാലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസ് ഒന്നുമില്ല. നമുക്ക് എല്ലാം ബെറ്റർ, ഗുഡ്, അങ്ങനെയൊക്കെയുള്ളൂ. ഈ സിനിമയിലൊരു വിജയം ഉണ്ടല്ലോ, ഇതേ ട്രാക്ക് ഇനി ധ്യാൻ ശ്രീനിവാസൻ മറ്റ് സിനിമകളിലേക്കും എത്തിക്കും. അതായത് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഇന്റർവ്യൂ ഒക്കെ കണ്ടാണ് അതിലത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നാട്ടിലായിരുന്നോ? പുതിയ ആളാണ്. രഞ്ജിട്ട് ഒരു ലെജൻഡ് ഡയറക്ടർ കൂടെയാണ് കൈകോർത്തൊരു വിജയം സമ്മാനിച്ചു. ഇത്ര ബേസ് ഉണ്ടായിരുന്നു നിന്റെ ശബ്ദത്തിന്. കൂട്ടിയത് ധ്യാനായി കൂട്ടിയത്. അപ്പം എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒരു വിജയം കൈവരിച്ച ശേഷമുള്ള ഒരു മനസ്സിൽ എന്താണ് ഇപ്പൊ എന്താണ് തോന്നുന്നത് ശരിക്കും? അല്ല, ഇത് സാറിന് സ്ഥിരം ഫോർമുലയിലുള്ളൊരു മാസി അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ എന്താ പറയണ്ടത്, മറ്റേ ഇതിനൊക്കെ പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസ് മീറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിലൂടെ പറയുന്ന വിഷയങ്ങൾ സാറ് വ്യക്തമായിട്ട് സിനിമയിൽ പറയുന്നുണ്ട്. അപ്പം അത് സാറ് പറയാൻ ആഗ്രഹിച്ച അത് വ്യക്തമായിട്ട് പറയുന്നത്. അതൊരു കാരണം സ്ഥിരം ഫോർമുലയിൽ വരാത്ത ഒരു നറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ്, ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതല്ലേ. അത് സാറിന് വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ഡെബ്യൂട്ട് വേണം ട്രൈ ചെയ്യാം. പക്ഷേ സാറ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തു, അത് പിക്ക് ചെയ്തു. അതിന് തന്നെ നമ്മൾ ഒരു എന്താ പറയണ്ടേ, എന്താ പറയണ്ടത്, അങ്ങനെ ഒരു അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു എക്സ്പീരിമെൻ്റൽ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അറ്റംപ്റ്റിന് തന്നെ നമ്മൾ ഫുൾ മാർക്കാണ്. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സംവിധാനത്തിൽ വരുന്നൊരു നടൻ ധ്യാനായി മാറി. അതിലൊരു ഭയങ്കര സംഭവം ഉണ്ടല്ലോ. അത് നിനക്കൊരു സംഭവമായിരിക്കും, എനിക്കതൊരു സംഭവമില്ല. കഴിഞ്ഞ ഞാൻ ബിസിനസിന്റെ പടത്തില് വലിയ വലിയ ആൾക്കാരുടെ പടത്തിലല്ലേ ഞാൻ അഭിനയിക്കുന്നത്. അപ്പൊ തുടരെ വിജയം ഉണ്ടാവട്ടെ. ഇനി ഈ മണിക്കൂർ ചേട്ടൻ ഇതിനകത്തൊരു ഗംഭീര ഒരു ഇൻട്രോ തന്നെ തരുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എന്താ തോന്നിയ തിയേറ്ററിൽ? അല്ലല്ല, സിനിമയില് മണിക്കൂർ ചേട്ടൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്, ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആദ്യം നമ്മൾ കാണുന്നത്. അപ്പോൾ അത് കണ്ടായിരുന്നോ? സീൻ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഷൂട്ട് ചെയ്ത് ഡബ് ചെയ്ത സമയത്ത് കണ്ടായിരുന്നു. നീ ആരാ? രാജാവോ? ആരെവിടെ? ഈ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും അത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഇത്തരം വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണോ?
അത് ഞാൻ ഇവിടെ പറയുന്ന കാര്യമില്ല. ഞാൻ നിന്നോട് പേഴ്സണലായിട്ട് എൻ്റെ വിശ്വാസങ്ങളെ കുറിച്ച് അല്ല, സിനിമ പറയുന്ന ഒരു ആശയമുണ്ട് ഈ അന്ധവിശ്വാസം. ഇതിനാണ് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അന്ധവിശ്വാസമാണെങ്കിലും ഏതൊരു പ്രവചനമാണെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ പറ്റും. അതാണ് ഈ സിനിമ പറയുന്നത്. ആ ഒരു പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഫുൾ നെഗറ്റിവിറ്റിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നെഗറ്റിവിറ്റിയുടെ നടുവിൽ നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും മറികടക്കാം. ഞാൻ മറികടക്കുന്ന ഒരു സിനിമ. അതെ. താങ്ക് യു.